നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിലെ പുതിയ മിനിമം വേതന നിയമം ഈ മേഖലയിലെ പുതുയുഗപ്പിറവിയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽധാനിയാണ് പുതിയ തൊഴിൽ നിയമം അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. നിയമപ്രകാരം NOC ഇല്ലാതെ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ മാറാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം. ഗാർഹിക ജോലിക്കാരടക്കം എല്ലാ തൊഴിലാളികൾക്കും 1000 റിയാൽ മിനിമം വേതനം നൽകണമെന്നും നിയമം അനുശാസിക്കുന്നു. ന്യായമായ താമസ സൗകര്യവും ഭക്ഷണവും നൽകുന്നില്ലെങ്കിൽ തൊഴിലാളികളുടെ താമസ ചെലവിനായി 500 റിയാലും ഭക്ഷണ അലവൻസിനായി 300 റിയാലും ഇതിനു പുറമെ നൽകാനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസം കഴിയുന്നതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വരിക. മിനിമം വേതനം കാലാനുസൃതമായി പുതുക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായി മിനിമം വേജ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ ഇത്തരം നിയമം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യമാണ് ഖത്തർ. NOC ഇല്ലാതെ തൊഴിൽ മാറ്റം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഏറെ നല്ലതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. നിലവിലുള്ള തൊഴിൽ കരാർ കഴിയുന്നതിന് മുൻപ് തന്നെ തൊഴിലുടമയുടെ NOC ഇല്ലാതെ തന്നെ ജോലി മാറാൻ കഴിയും. എന്നാൽ ഇത് നിബന്ധനകൾക്ക് വിധേയമാണ്. നിയമം നടപ്പാക്കുന്നതോടെ NOC സമ്പ്രദായം പൂർണ്ണമായും എടുത്തു കളയും. എന്നാൽ വിവിധ ജോലികളുടെ സ്വഭാവം അനുസരിച്ച് NOC എടുത്തു കളയുന്ന പ്രക്രിയ നടപ്പാക്കുകയും ചെയ്യും. തൊഴിൽ വിപണിയിൽ പുതിയ ഉണർവ് വരുത്താൻ തൊഴിൽ പരിഷ്കരണത്തിന് സാധിക്കും. തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിനും തൊഴിലുടമകൾക്ക് കഴിയും. ഒപ്പം പ്രാപ്തിയുള്ള ഉദ്യോഗാർത്ഥികളെ തേടുന്നതിനും ഇത് സഹായകമാകും. NOCയുമായി ബന്ധപ്പെട്ട തൊഴിൽ മന്ത്രാലയ വിശദാംശങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾ സ്വകാര്യ മേഖലയിലെ ജോലിക്കാരനാണെങ്കിൽ 2004 14 നമ്പർ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ മേഖലയിൽ ജോലി എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തൊഴിലുടമയെ മാറ്റണമെങ്കിലും ജോലി മാറണമെങ്കിലും താഴെ പറയുന്ന നടപടികൾ നിങ്ങൾ പാലിക്കണം. അതിൽ ഒന്നാമത്തേത്, തൊഴിൽ മന്ത്രാലയത്തിന്റെ സൈറ്റ് വഴി വിവരം തൊഴിലുടമയ്ക്ക് നോട്ടിഫിക്കേഷൻ നൽകണമെന്നുള്ളതാണ്. ഇത് നൽകുന്നത് മുതൽ നിങ്ങൾ നിലവിലുള്ള ജോലി വിടുന്നത് വരെയുള്ള കാലാവധി നോട്ടീസ് പീരീഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ കാലാവധിയിൽ നിലവിലുള്ള തൊഴിലുടമയ്ക്ക് കീഴിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ 2 വർഷമോ അതിൽ താഴെയോ ആണ് നിലവിലുള്ള ജോലി ചെയ്യുന്നതെങ്കിൽ തൊഴിൽ മാറുന്ന വിവരം 1 മാസം മുൻപ് തന്നെ തൊഴിലുടമയെ അറിയിക്കണം. 2 വർഷത്തിൽ അധികമായി നിങ്ങൾ ജോലി ചെയ്യുന്നുവെങ്കിൽ 2 മാസം മുമ്പാണ് വിവരം അറിയിക്കേണ്ടത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കയറിയാണ് തൊഴിലുടമയ്ക്ക് നോട്ടിഫിക്കേഷൻ നൽകേണ്ടത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ചേഞ്ച് ഓഫ് എംപ്ലോയർ ഫോറം മുൻ തൊഴിലുടമയുമായുള്ള തൊഴിൽ കരാറിന്റെ കോപ്പി തൊഴിൽ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതായിരിക്കണം ഇത് എന്നതും പറയുന്നു. പുതിയ തൊഴിലുടമ നൽകുന്ന അറബിയിലുള്ള ജോബ് ഓഫർ ലെറ്റർ എന്നിവ നിങ്ങൾ ഇതിനൊപ്പം നോട്ടിഫിക്കേഷനൊപ്പം നൽകേണ്ടതാണ്. തൊഴിൽ മാറ്റം അംഗീകരിക്കപ്പെടുമ്പോൾ തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും മൊബൈലിൽ SMS ലഭിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. പുതിയ തൊഴിലുടമ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഓതന്റിഫിക്കേഷൻ സിസ്റ്റം വഴി ഇലക്ട്രോണിക് തൊഴിൽ കരാർ ശരിയാക്കണം. പുതിയ തൊഴിലുടമ പുതിയ തൊഴിൽ കരാറിന്റെ കോപ്പി എടുത്ത് തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് ഇരുവിഭാഗവും അതിൽ ഒപ്പുവെക്കണം. ഇരുവരും ഒപ്പുവെച്ച പുതിയ തൊഴിൽ കരാർ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. 60 റിയാൽ ഇതിന് ഫീസായി അടയ്ക്കുകയും വേണം. പുതിയ തൊഴിൽ കരാർ നിലവിൽ വന്നാൽ തൊഴിലുടമ പുതിയ ഖത്തർ തിരിച്ചറിയൽ കാർഡ് അഥവാ QIDക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൽ അപേക്ഷയും നൽകണം. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായാൽ തൊഴിലാളികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനാകും. തൊഴിലാളികൾക്ക് തൊഴിലുടമ പുതിയ ഖത്തർ IDയും ഹെൽത്ത് കാർഡും ലഭ്യമാകണം. പ്രൊബേഷൻ പീരീഡിലാണെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. നിലവിലുള്ള ജോലിയിൽ പ്രൊബേഷൻ പീരീഡിലുള്ള ജോലിക്കാരൻ ജോലി മാറുന്നതിന് മന്ത്രാലയത്തിന്റെ സൈറ്റ് വഴി തൊഴിലുടമയ്ക്ക് 1 മാസം മുൻപ് തന്നെ ഈ നോട്ടിഫിക്കേഷൻ നൽകേണ്ടതുണ്ട്. പ്രൊബേഷനിലുള്ളയാൾ ജോലി മാറുകയാണെങ്കിൽ പുതിയ തൊഴിലുടമ നിലവിലുള്ള തൊഴിലുടമയ്ക്ക് ജീവനക്കാരന്റെ റിക്രൂട്ട്മെന്റ് ഫീസിന്റെ ഒരു ഭാഗം നഷ്ടപരിഹാരമായി നൽകണം. ഈ സാഹചര്യത്തിൽ മടക്ക വിമാന ടിക്കറ്റ് പുതിയ തൊഴിലുടമയാണ് ജീവനക്കാരന് നൽകേണ്ടത്. ഇവ രണ്ടും കൂടി നിലവിലുള്ള ജീവനക്കാരന്റെ 2 മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ തുകയേക്കാൾ കൂടരുത്. നോട്ടീസ് പീരീഡ് പൂർത്തിയാകാതിരുന്നാൽ എന്തു ചെയ്യാം എന്ന് ഇനി നോക്കാം. നോട്ടീസ് പീരീഡ് പൂർത്തിയാകാതെയാണ് നിങ്ങൾ ജോലി വിടുന്നതെങ്കിൽ നിലവിലുള്ള തൊഴിലുടമയ്ക്ക് നിങ്ങൾ നോട്ടീസ് പീരീഡിലെ ഓരോ ദിവസത്തെയും തുക നൽകേണ്ടി വരും. അടിസ്ഥാന ശമ്പളവും നോട്ടീസ് പീരീഡിന്റെ ബാക്കിയുള്ള ദിവസങ്ങളും കൂടി കണക്കിലെടുത്താണ് നിങ്ങൾ അടക്കേണ്ട തുക നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് അടിസ്ഥാന ശമ്പളം മാസം 1500 റിയാൽ ആവുകയും നോട്ടീസ് പീരീഡിന്റെ 2 ആഴ്ച മുൻപ് ജോലി വിടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിലവിലുള്ള തൊഴിലുടമയ്ക്ക് 750 റിയാൽ നൽകേണ്ടി വരും. എങ്കിലും നിലവിലുള്ള തൊഴിൽ കരാർ നിയമപരമായി റദ്ദാക്കാൻ കഴിയൂ. പുതിയ തൊഴിലുടമയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അടുത്തത്. ഇല്ല. തൊഴിൽ മാറ്റം എന്നത് ഒരു തരത്തിലുള്ള ഫീസും നൽകേണ്ടാത്ത പ്രക്രിയയാണ്. തൊഴിൽ മാറേണ്ടുമ്പോൾ പുതിയ തൊഴിലുടമയ്ക്ക് തൊഴിലാളി ഒരു തരത്തിലുള്ള ഫീസ്
ഫീസും നൽകേണ്ടതില്ല. ഖത്തർ ID, ഹെൽത്ത് കാർഡ് തുടങ്ങിയ ഒരു കാര്യത്തിനും പണം നൽകേണ്ടതുമില്ല. തൊഴിൽ കരാറിൽ നിബന്ധന ഉണ്ടെങ്കിൽ ജോലി മാറ്റം സാധ്യമാണോ എന്നത് അടുത്തത് നോക്കാം. തൊഴിൽ കരാറിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ തൊഴിലുടമയ്ക്ക് പ്രത്യേക നിബന്ധനകൾ ചേർക്കാൻ കഴിയൂ. ബിസിനസ് രഹസ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുക, തൊഴിലുടമയുടെ ഇടപാടുകാരെ ജീവനക്കാരന് അറിയുക എന്നീ സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിൽ നിബന്ധനകൾ തൊഴിൽ കരാറിൽ ഉൾപ്പെടുത്താൻ കഴിയൂ. ജീവനക്കാരന് വഹിക്കുന്ന പദവിക്ക് അനുസരിച്ച് മാത്രമായിരിക്കും ഇത്. ഇത്തരം സാഹചര്യത്തിൽ തൊഴിൽ കരാർ റദ്ദാക്കിയാൽ പിന്നെ മുൻ തൊഴിലുടമയുമായി അതേ സ്വഭാവത്തിലുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ട് മത്സരിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനാകില്ല. എന്നാൽ ജോലി വിട്ട് 1 വർഷത്തിന് മുൻപുള്ള കാലാവധിയിൽ മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ. അതായത് തൊഴിൽ കരാറിൽ പ്രത്യേക നിബന്ധന ഉണ്ടായാലും ജോലി വിട്ട് 1 വർഷത്തിന് ശേഷം സമാനമായ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഏർപ്പെടാൻ കഴിയും. തൊഴിൽ കരാറിലെ പ്രത്യേക നിബന്ധനകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം പിന്നീട് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.